ഒരേ പാത്രത്തിൽ നിന്ന് തിന്നുകയും ഒരേ പാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്തിട്ട് ഒരു ക്രിസ്ത്യാനിക്ക് മറ്റൊരു ക്രിസ്ത്യാനിയെ അറിയില്ല പോലും. നൈജീരിയ മുതൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്തുവിശ്വാസികൾ നിരന്തരം വധിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ആത്മീയ നേതൃത്വങ്ങൾ മൗനം അവലംബിക്കുന്നു. സ്വർഗസ്വനായ പിതാവ് തൻ്റെ പ്രിയപ്പെട്ടവരിലൂടെ തൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നു. ആത്മീയ വൃന്ദം ഉറങ്ങിയപ്പോൾ രാഷ്ട്രീയ നേതാക്കളെയും രാജാക്കന്മാരെയും ദൈവം ഉണർത്തി. ഉദാഹരണത്തിന്, ലോകത്തിൻ്റെ ഏറ്റവും അധികം കരുത്തുറ്റ രാജ്യമായ അമേരിക്ക, ആ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു, ലോകം ആസകലം ഉള്ള ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്യുന്നു. അദ്ദേഹം അസന്നിഗ്ധമായി പറഞ്ഞു, നൈജീരിയൻ ക്രിസ്ത്യാനികൾക്കെതിരെ ആക്രമണം തുടർന്നാൽ ഇനി സൈനികമായി അമേരിക്ക നൈജീരിയയെ ആക്രമിക്കും എന്ന്. നോക്കൂ, ആത്മീയ നേതൃത്വം പറയേണ്ട ഈ കാര്യങ്ങൾ പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻ്റാണ്. യുദ്ധപരമായ സാഹചര്യത്തെ ആത്മീയ നേതൃത്വം നേരിടണം എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ക്രിസ്ത്യാനികളെ, ക്രിസ്തു വിശ്വാസികളെ, യേശുക്രിസ്തുവിലുള്ളവരെ നിങ്ങൾ ഒന്നിച്ച് നിൽക്കുകയും ഒന്നിച്ച് തിന്മയ്ക്കെതിരെ പോരാടുകയും ചെയ്യണം എന്ന് പറയാൻ മടി കാണിക്കുമ്പോൾ അവർ ആരെയോ ഭയപ്പെടുന്നു എന്ന് വേണം നമുക്ക് കരുതാനായിട്ട്. എന്നാൽ ആത്മീയ നേതൃത്വം നമ്മളെ ഉപേക്ഷിക്കുമ്പോൾ ദൈവം തൻ്റെ ദാസന്മാരിലൂടെ, രാജാക്കന്മാരിലൂടെ നമ്മുടെ ജീവിതത്തെ കരുതുന്നു. അത് രാഷ്ട്രീയ നേതൃത്വമാണ് നമ്മളെ ഇപ്പോൾ കരുതുന്നതിന് വേണ്ടി മുന്നിട്ടിറങ്ങി വന്നിരിക്കുന്നത് എന്നത് അല്പം ആശ്വാസം നൽകുന്ന കാര്യമാണ്. നമുക്കിത് തിരിച്ചറിയാനായിട്ട് വ്യക്തമായി നമുക്കിത് കഴിയും. എന്നാൽ ഇതിനെല്ലാം ഉപരിയായി ക്രിസ്തു തൻ്റെ ദൂതന്മാരെ അയച്ച് നമ്മെ കാത്തുകൊള്ളും. നാം ആത്മാവിലും സത്യത്തിലും കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന കാലമത്രയും അവൻ നമ്മെ കരുതും, കാത്തിടും, സൂക്ഷിക്കും. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടേക്കണേ.